നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ പൂട്ടിയത്. നിങ്ങളുടെ മുറി വാടകയ്ക്ക് എടുത്തവൻ ഞാനാണോ? ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. അത് തന്നെയാണ് നിങ്ങൾ ചെയ്ത് വളരെ അക്രമമായി കേട്ടോ. നടത്തിക്കൊണ്ടിരുന്ന കട അതിന്റെ ഇത്ര മീന നഷ്ടം വരും. നിങ്ങൾ എന്താ ഇത്? നിങ്ങൾക്ക് എന്തു ആകാവുന്നോ? നിങ്ങൾ നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് ഇല്ലേ? പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മീൻകട നടത്തിപ്പുകാരൻ അറിയാതെ കെട്ടിട ഉടമയെത്തി മീനുകൾ പാടത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം സ്ഥാപനം പൂട്ടി താക്കോലുമായി പോയതായി പരാതി. കോട്ടയം മണർകാടിന് സമീപം 4 മണിക്കാറ്റിലാണ് ഇത്തരമൊരു സംഭവമുണ്ടായത്. ഈ കെട്ടിടം മണർകാട് സ്വദേശിയായിട്ടുള്ള ജോസ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇക്കഴിഞ്ഞ ഡിസംബർ 24-ാം തീയതിയാണ് ഏറ്റുമാനൂർ സ്വദേശിയായ സുബിൻ സെബാസ്റ്റ്യൻ ഈ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ഇവിടെ മീൻ വ്യാപാരം തുടങ്ങുന്നത്. അതിനുശേഷം ഇവർ തമ്മിൽ വാടക സംബന്ധിച്ച് നേരിയ തർക്കം നിലനിന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും യാതൊരു മുന്നറിയിപ്പും കൂടാതെ വാടക കരാറുള്ള ഒരു കെട്ടിടം, ഈ കെട്ടിടത്തിന്റെ ഉടമ രാത്രിയിൽ അതിക്രമിച്ച് കയറി മത്സ്യവും മാംസവും അടക്കം സമീപത്തെ പാടത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം കെട്ടിടം പൂട്ടി, സ്ഥാപനം പൂട്ടി താക്കോലുമായി പോയി എന്നുള്ളതാണ് പരാതി. ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ മണർകാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നമ്മുടെ പൈസ എത്ര രൂപ ജോസന്റെ കിടപ്പുണ്ട്? 58,200 രൂപ ഉണ്ടായിരുന്നപ്പോൾ ചേട്ടന് കൂട്ടുകൊണ്ട് 10,24,000 രൂപയുടെ മീനുണ്ടായിരുന്നു. ഫ്രീസറിനകത്തിരുന്നത് ഇറച്ചിയാ, അത് ചീത്തയായി പോയില്ലേ? ഇത് ഫ്രിഡ്ജിനകത്തിരുന്നത് അതെന്തിയ സാധനം? എന്തിയേ ചേട്ടാ? മീൻ എന്തിയ ചേട്ടാ? വാടക എടുത്തിരിക്കുന്ന ഞാനല്ലേ? അതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് നിങ്ങളുടെ മുറി വാടകയ്ക്ക് എടുത്തവൻ ഞാനാണോ? ഞാൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാണ്. അത് തന്നെയാണ് നിങ്ങൾ ചെയ്ത് വളരെ അക്രമമായി കേട്ടോ. നടത്തിക്കൊണ്ടിരുന്ന കട അതിന്റെ ഇത്ര മീന നഷ്ടം വരും. നിങ്ങൾ എന്താ ഇത്? നിങ്ങൾ എന്താ നിങ്ങളെ പറ്റി വിചാരിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തു ആകാവുന്നോ? നിങ്ങൾ നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് ഇല്ലേ? നിങ്ങൾക്ക് എത്ര ദിവസത്തെ ഉണ്ട്? എന്റെ സെക്യൂരിറ്റിയുടെ പൈസ ബാക്കി നിങ്ങളുടെ കയ്യിൽ കിടപ്പില്ലേ? എന്റെ സെക്യൂരിറ്റി തന്നതിലും ബാക്കി പൈസ നിങ്ങളുടെ കിടപ്പുള്ളപ്പോൾ നിങ്ങൾ എന്തിനു കൂട്ടി? എന്റെ പൈസ തന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ശരിയാ, പക്ഷെ നിങ്ങളുടെ സെക്യൂരിറ്റി ബാക്കി എന്റെ പൈസ നിങ്ങളുടെ കിടപ്പില്ലേ? എത്ര ദിവസം വാടക കഴിച്ച് എത്ര നിങ്ങളുടെ മിച്ചമുണ്ട് പൈസ? എന്റെ പൈസ എന്റെ പൈസ നിങ്ങളുടെ മിച്ചമില്ലേ? നിങ്ങൾ കണക്ക് നോക്കി നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ പൂട്ടിയത്. ഇത് മീനാണ്. ഇത് നശിച്ചു പോകുന്ന സാധനമാണ്. ദിവസം നിങ്ങൾ കാണിച്ചത് മഹാവൃത്തികളായി കേട്ടോ. ഡിസംബർ 24 മുതൽ ഈ സ്ഥാപനം, അതായത് മേരി മറൈൻ ഫിഷ് ആൻഡ് മീറ്റ് ഹബ് എന്നുള്ള സ്ഥാപനം ഇവിടെ നടത്തി വരികയായിരുന്നു. ഇതിൻ്റെ ഉടമ ഒരു മിസ്റ്റർ ഊരോട്ടുകാല ജോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ പാലമുറിയിൽ തന്നെ താമസക്കാരനാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാടകയ്ക്കെടുത്തത്. അപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടുപോയി ധാരാളം പൈസ മുടക്കി ഒത്തിരി റിനോവേഷൻ എല്ലാം നടത്തിയാണ് ഞാൻ ഈ പൈസ ഇത് മുടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 1 മാസത്തോളം ആയപ്പോഴത്തേക്കും വളരെ ഉദ്ദേശിച്ച രീതിയിൽ നടന്നില്ല. സ്ഥലത്തിൻ്റെയും പ്രശ്നങ്ങളും, തൊട്ടടുത്ത പാടമാണ്, അവിടുന്ന് പ്രാണി വരുന്നു, പിന്നെ ചൂട് കൂടുതൽ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം കച്ചവടം മോശമായിപ്പോയി, വളരെ നഷ്ടം സംഭവിച്ചു. അപ്പോൾ ഈ സാഹചര്യം ഞാൻ ഓണറുടെ അടുത്ത് നിന്ന്, ഈ മിസ്റ്റർ ജോസിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചു. ആദ്യം 30,000 രൂപ വാടക സമ്മതിച്ചാണ് എടുത്തത്. അപ്പം ബിസിനസ് മോശമായപ്പോൾ നെഗോഷിയേറ്റ് ചെയ്ത് 20,000-ന് തരാമെന്ന് ഇദ്ദേഹമായിട്ട് പറഞ്ഞ് സമ്മതിച്ചു. അപ്പോൾ ഇങ്ങനെ നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനിടയ്ക്ക് 20,000 തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുള്ളി അവിചാരിതമായിട്ട് യാതൊരു മുന്നറിയിപ്പും തരാതെ ഈ റണ്ണിങ് ആയിരുന്ന ഈ സ്ഥാപനം ഇയാൾ രാത്രിയിൽ വന്നാണ് പൂട്ടുന്നത്. പിറ്റേ ദിവസം സ്റ്റാഫ് വന്നപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന മീനെല്ലാം, കുറേ മീൻ പാടത്ത് ഇട്ടിരിക്കുന്നു, കുറേ ഇയാൾ ആർക്കോ എടുത്ത് വിറ്റു. ഫ്രീസറിലുണ്ടായിരുന്ന ഇറച്ചി അത് ഫ്രീസറോടുകൂടി എടുത്ത് പുറത്ത് വെച്ചു. ആ ഇറച്ചിയും കേടായിപ്പോയി. അപ്പോൾ അങ്ങനെ ഇത് തന്നെയായിട്ട് 30,000-ഓളം രൂപ നഷ്ടമുണ്ടായിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞാനിത് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങൾ വാങ്ങും, ഇതെല്ലാം തുടങ്ങി അങ്ങനെ വൻ നഷ്ടം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. താങ്കളെ അറിയിക്കാതെയാണ് ഈ സ്ഥാപനം അദ്ദേഹം പൂട്ടിയത്? എന്നെ അറിയിക്കാതെ, യാതൊരു അറിയിപ്പും തരാതെയാണ് പൂട്ടിയത്. എൻ്റെ ഫോണിൽ വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ പെട്ടെന്ന് ഈ സ്ഥാപനം പൂട്ടാനുള്ളൊരു പ്രകോപനം എന്താണ്? പൂട്ടാനുള്ള കാരണം ഞാൻ അറിഞ്ഞത് ഇദ്ദേഹത്തിന് ഈ മിസ്റ്റർ ജോസിൻ്റെ അടുത്ത് വേറെ ആരോ ചെന്ന് അല്പം കൂടുതൽ വാടകയും സെക്യൂരിറ്റിയും കൊടുക്കാമെന്ന് പറഞ്ഞ് ആരോ സമീപിച്ചു. അപ്പോൾ ഇയാൾ കൂടുതൽ ലാഭം ഉണ്ടാകുമല്ലോ എന്ന് ഓർത്ത് എൻ്റെ നടത്തിക്കൊണ്ടിരുന്ന പൂട്ടുപോയി. ഇത് നിങ്ങൾ തമ്മിൽ വാടക കരാറുള്ളതല്ലേ? എഗ്രിമെൻ്റ് ഉള്ളതാണ്. 11 മാസത്തെ കരാറുള്ളതാണ്. ഇദ്ദേഹത്തിന് വാടക കരാറുള്ളത് പ്രകാരം ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, എനിക്കൊരു എവിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു വക്കീൽ നോട്ടീസ് തന്ന് വീണ്ടും ഒരു എവിക്ഷൻ സൂട്ട് കോടതിയിൽ ഫയൽ ചെയ്യാമെന്നോ അങ്ങനെയാണ് നിയമപരമായിട്ട് ചെയ്യേണ്ടത്. ഇദ്ദേഹം അതിനൊന്നും മുതിരാതെ, പറയുക പോലും ചെയ്യാതെയാണ് ഒന്ന് പൂട്ടത്. നമ്മൾ ഇദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വാടക കൃത്യമായി നൽകിയിരുന്നില്ല, അതുകൊണ്ട് പൂട്ടി എന്നൊക്കെയാണ്. വാടക തുടങ്ങിയിട്ടാകെ ഇത്രയും നാളുകളെ ആയുള്ളൂ. 1 മാസത്തെ വാടക ഞാൻ കൊടുക്കേണ്ടിയിരുന്നത് 24-ാം തീയതിയാണ്.
കച്ചവടം മോശമായതുകൊണ്ട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് തരാമെന്നുള്ള രീതി ഇയാൾ സമ്മതിച്ചപ്പോഴാണ്. അപ്പോൾ കൊടുക്കാനുള്ള വാടക എന്ന് പറയുന്നത് ഏതാനും ദിവസം മാത്രമല്ല. ഞാൻ സെക്യൂരിറ്റിയുടെ തുക കൊടുത്തതിൽ ബാക്കി ഇദ്ദേഹത്തിൻ്റെ പൈസ ഉണ്ട്. അപ്പോൾ അത് ഉള്ളപ്പോഴാണ് ഞാൻ വാടക കൊടുത്തില്ലെങ്കിൽ കൂടി ഞാൻ കൊടുത്ത സെക്യൂരിറ്റിയുടെ പൈസ ബാക്കി ഇദ്ദേഹത്തിൻ്റെ ഉണ്ട്. അപ്പോഴാണ് ഇദ്ദേഹം ഒന്ന് ആർബിട്രറി ആയിട്ട് കൂട്ടുന്നത്, ഒരു മുന്നറിയിപ്പില്ലാതെ ഒന്ന് കൂട്ടുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന 4 സ്റ്റാഫ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ ജോലി പോയി. ഞാൻ മുടക്കിയ പണം അത്രയും നഷ്ടമായി. എനിക്ക് സ്റ്റോക്ക് നഷ്ടമാവുക മാത്രമല്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്രയും, ഇതൊരു സ്ഥാപനം തുടങ്ങുന്നതിന്, ഇതുപോലെയുള്ളൊരു സ്ഥാപനം തുടങ്ങുന്നതിന് കുറേ കാശ് വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് SHO വന്ന് ഇദ്ദേഹം പാടത്തിട്ട മീൻ ഇയാളോട് പറഞ്ഞ് മണ്ണിട്ട് മൂടിച്ചത്. അതുവരെ ഇത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാകുന്ന രീതിയിൽ, വളരെ ദുർഗന്ധം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ മീനൊക്കെ പാടത്തിട്ടിരുന്നത്. താങ്കളുടെ ആവശ്യം എന്താണ്? തുടർന്ന് ഇവിടെ സ്ഥാപനം വീണ്ടും നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണോ? തുടർന്ന് നടത്തിക്കൊണ്ട് പോകാൻ ഈ ഓണറുമായിട്ട് തുടർന്ന് നടത്താൻ പറ്റുന്ന ആളല്ല. അദ്ദേഹമായിട്ട് പറ്റത്തില്ലാത്ത ആളാണ്. എനിക്ക് ഉണ്ടായ നഷ്ടം ഇനിയിപ്പോൾ അത് നികത്തി തരിക എന്നുള്ളത് മാത്രമേ ഇനി ഇതിനകത്ത് മാർഗമുള്ളൂ. ഇദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത്, ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അയൽവാസികൾ, സമീപവാസികൾ ചില പരാതികൾ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ എത്തി മീനൊക്കെ എടുത്ത് കളഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ കൂടി ഇദ്ദേഹം ചെയ്യേണ്ടിരുന്നത് പോലീസിനെ അറിയിക്കുകയോ ലോക്കൽ അതോറിറ്റീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ എന്നെ അറിയിക്കുകയോ എന്തെങ്കിലുമാണ് ചെയ്യേണ്ടത്. ഇതൊന്നുമില്ലാതെ ഇയാളൊന്ന് പൂട്ടുകയല്ല ചെയ്യേണ്ടത്. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമല്ലേ ഇത്. 4 പേരുടെ ജോലി പോയി. അതെ, 4 പേരുടെ ജോലി പോയി. എൻ്റെ ഇത്രയും പൈസയും പോയി. ഈ സ്ഥാപനത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുവെന്ന് സമീപവാസികൾ തന്നോട് പരാതി പറഞ്ഞെന്നും അതിനാലാണ് മീനുകളെടുത്ത് ഇത്തരത്തിൽ നശിപ്പിച്ച് കളഞ്ഞത് എന്നുമാണ് ഈ കെട്ടിട ഉടമയുടെ വാദം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും എന്തുകൊണ്ട് തന്നെ അറിയിച്ചില്ല, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല എന്നുള്ളതാണ് ഈ സ്ഥാപനം നടത്തിയിരുന്ന സുബിൻ സെബാസ്റ്റ്യൻ്റെ ചോദ്യം. എന്താണെങ്കിലും ഭീമമായ നഷ്ടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ സ്ഥാപനം ഇവിടെ നടത്തിയിരുന്ന ഏറ്റുമാനൂർ സ്വദേശിയായ സുബിൻ സെബാസ്റ്റ്യൻ പറയുന്നത്. കോട്ടയം മണർകാട് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.